ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 DIY ക്രാഫ്റ്റാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടു ഡു ലിസ്റ്റ്. ഞാൻ ഡെയിലി ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പോൾ ട്രാവൽ ചെയ്യാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്ലാനർ പോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എഴുതി ചെയ്യണമെന്നൊന്നുമില്ല, അതും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയാലും മതി. പക്ഷേ എനിക്കെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഇനി മടിയാണ് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ചെയ്യാനുള്ള ഒരു ഫ്ലോയി മൂഡൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഇതിനൊരു 3 സെക്ഷനായിട്ട് തിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നൊരു ചെക്ക് ലിസ്റ്റ് പോലെ, പിന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടാസ്കുകൾ എഴുതാനും, പിന്നെ ഒന്ന് നോട്ട്സ് എഴുതാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ സ്പേസ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെൻസിൽ കൊണ്ട് എല്ലാം ഒന്ന് മാർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളേ. പിന്നെയും കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പെയിൻറ്റും അതും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മാർക്കർ പെൻ എടുത്തിട്ട് നമ്മൾ ആ ടൈറ്റിലും അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇഷ്ടമുള്ളതുപോലെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുകയോ കളേഴ്സ് ആഡ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് കാണാവേ. ഇതും ടു ഡു ലിസ്റ്റുമായിട്ട് വളരെ സിമിലറാണ്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാനർ പോലെ ആയിരിക്കില്ല ചെയ്യുക. അതായത് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ മാത്രം. അപ്പോൾ ഇവിടെയും ഞാൻ ചെയ്യുന്നത് ഒരു വൈറ്റ് പേപ്പർ എടുത്തു, അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൊടുത്തു കേട്ടോ. ഈ വാട്ടർ കളർ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ് പോലെയൊക്കെ കളർ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് കുറച്ച് വെള്ളവും കുറച്ച് കളറും മാത്രമായിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഒന്ന് ഈവനായിട്ട് സ്പ്രെഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ടാണെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇനി നേരത്തെ പോലെ തന്നെ ഒരു ബോർഡർ കൊടുക്കുക, ടൈറ്റിൽ എഴുതുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ സ്റ്റിക്കർ ഒട്ടിക്കുകയോ പടം വരയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് സർക്കിൾസ് വരയ്ക്കുക, അതിനോട് ചേർന്ന് ഒരു ലൈൻ പോലെ വരയ്ക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ചെക്ക് ലിസ്റ്റ് റെഡി. ഇനി ലാസ്റ്റത്തെ ക്രാഫ്റ്റ് കാണാവേ. ഇതാണ് സ്റ്റിക്കി നോട്ട്സ്. നമ്മൾ ഇന്ന് ചെയ്തതിൽ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ഇതാണ്. പഴയ ബുക്കിൻ്റെ പേജസോ A4 ഷീറ്റോ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ബോർഡർ ചെയ്യുക. ബോർഡർ ചെയ്യാൻ ഏറ്റവും സിമ്പിളാണ്. നമ്മൾ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ട് ബ്ലാക്ക് ജെൽ പെന്നോ ഇല്ലെങ്കിൽ ഇതുപോലെ മാർക്കറോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിവിടെ എല്ലാ പേജസിലും സെയിം ഡിസൈൻ വേണ്ടാന്ന് ഓർത്തിട്ട് അടുത്ത പേജിൽ വേറൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ഷീറ്റെല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പകുതിയിൽ ആദ്യത്തെ ഡിസൈനും പകുതിയിൽ ഈ ഡിസൈനുമാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പേജസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നോർമൽ സിൽവർ ടേപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഷീറ്റിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. അത് ആ കാർഡ്ബോർഡിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത ഷീറ്റ് എടുക്കുക. ഈ സെയിം സ്റ്റെപ്പ് തന്നെ സെല്ലോ ടേപ്പ് എടുത്ത് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഒട്ടിച്ചതിൻ്റെ മേലെ തന്നെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 1 by 1 ഷീറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് ഇവിടെ റെഡി ആയിട്ടോ.